ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നമ്മുടെ മല്ലു സീരീസ് ചാനലിൽ മൈ അൺകാനി ഡെസ്റ്റിനിയുടെ 6ാമത്തെ എപ്പിസോഡാണ് റിവ്യൂ ചെയ്യാനായിട്ട് പോകുന്നത്. ലാസ്റ്റ് എപ്പിസോഡിൻ്റെ അവസാനത്തിൽ കാണുന്നത് നമ്മുടെ ഹീറോയിനും അതുപോലെ തന്നെ ഹീറോയിൻ്റെ ഇപ്പോഴത്തെ ഡ്യൂപ്ലിക്കേറ്റ് അച്ഛനും അതുപോലെ രണ്ടാമത്തെ ചേട്ടനും അതുപോലെ തന്നെ നമ്മുടെ സിലാനും ഇവരെല്ലാവരും കൂടി ആ മറ്റേ എന്താ പറയുക ടണൽ പോലെ കുഴിച്ച സംഭവത്തൂടെ പോകുന്നതല്ലേ. ഇന്ന് കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹീറോനെ കൊല്ലാൻ വേണ്ടി ഓൾറെഡി മൂത്ത ചേട്ടൻ വന്ന് ആ റൂമിൽ കയറി കാണും. അപ്പോൾ ഹീറോ കിടന്നുറങ്ങുന്നത് കണ്ടിട്ട് അയാൾ ചെന്നിട്ട് ഹീറോനെ കൊല്ലാനായി നോക്കുന്ന സമയത്ത് ഹീറോ എണീറ്റ് ചെന്നിരുന്നിട്ട് ചായ കുടിക്കാനിരുന്നതിന് ശേഷം ഹീറോ പറയും, അസിസ്റ്റൻ്റ് അടുത്ത് പറയും, ഓക്കെ നീ എനിക്ക് കുളിക്കാനായിട്ട് വെള്ളം വെക്കാൻ പറയും. അപ്പോൾ ആ ഒരു ചാൻസിൽ എന്ത് ചെയ്യാൻ പറ്റിയില്ല, നമ്മുടെ ഹീറോയിൻ്റെ മൂത്ത ചേട്ടന് കൊല്ലാനായിട്ട് പറ്റിയില്ല, നമ്മുടെ ഹീറോയിനെ കൊല്ലാനായിട്ട് പറ്റിയില്ല. എന്നിട്ട് കാണിക്കുവാണ്. പിന്നെ കാണിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇവർ ടണൽ വഴി വന്നിട്ട് ഇവർ പറയുകയാണ്, ശരി എന്നാൽ നമ്മുടെ വഴി ഇതാന്ന് പറഞ്ഞിട്ട് മേലോട്ട് അത് കുത്തിപ്പൊട്ടിച്ച് ആ വഴിയാണ് നമുക്ക് രക്ഷപ്പെടാമെന്ന് പറഞ്ഞിട്ട് ഇവർ ഹീറോയിനാണ് ഇത് എന്താ പറയുന്നത് അടിച്ചു പൊട്ടിക്കുന്നത് കേട്ടോ. അടിച്ചു പൊട്ടിക്കുമ്പോൾ നേരെ വന്ന് വീഴുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹീറോ ബാത്ടബിൽ കുളിക്കത്തില്ലേ, അപ്പോൾ അവിടുത്തെ വെള്ളം മൊത്തം വന്ന് തറയിൽ വീഴും. അപ്പോൾ ഹീറോയിൻ വന്നിങ്ങനെ പേടിച്ച് വന്ന് മേലോട്ട് നോക്കുന്ന സമയത്ത് എന്തുവാ, നമ്മുടെ ഹീറോ എണീറ്റ് വന്ന് നോക്കുന്നു എവിടെയായി വെള്ളം പോയെന്ന്. നോക്കുമ്പോൾ വേറെ ആരുമില്ല, നമ്മുടെ ഹീറോയിനാണ്. അപ്പോൾ ഹീറോയിൻ നൈസിന് ബാക്കിയുള്ളവരെയൊക്കെ അങ്ങ് പറഞ്ഞു വിടും കേട്ടോ. എന്നിട്ട് ഹീറോയിൻ ഇതിൻ്റെ മണ്ടേ കയറി നിൽക്കുന്ന സമയത്ത് ഹീറോ പറയുവാണ്, എന്താണ് നീ എന്തിനാണ് ഇങ്ങനെ ചെയ്തതെന്ന് പറയാം. അപ്പോൾ ഹീറോയിനെ ഒന്നും പറയാൻ പറ്റുന്നില്ല. ഹീറോയിൻ ഇങ്ങനെ കിടന്ന് ആലോചിക്കുക, എന്തെങ്കിലും അബദ്ധവശാൽ എന്തെങ്കിലും പറഞ്ഞു പോയാൽ പിന്നെ ആകെ പെട്ടുപോകത്തില്ലേ. അപ്പോൾ ഹീറോയിൻ പറയുവാണ്, അത് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് കാണണമെന്ന് തോന്നി, അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്തതെന്ന് പറയാം. അപ്പോൾ ഹീറോ പറയുവാണ്, അല്ല നീ ഇത്രയും കാര്യങ്ങൾ ചെയ്തതിനൊന്നും എനിക്കൊരു ഡൗട്ടില്ല, പക്ഷേ ഈ ഒരു കാര്യത്തെ എനിക്കെന്താണ് നീ ചെയ്തതിലൊരു ഡൗട്ട് ഉണ്ടെന്ന് പറയണം. അപ്പോൾ ഹീറോയിൻ ചോദിക്കണം, എന്താ ഞാൻ നിങ്ങളെ കൊല്ലാൻ നോക്കുകയാണെന്ന് അങ്ങനെയാണോ നിങ്ങൾ വിചാരിച്ചിരിക്കുന്നതെന്ന് ചോദിക്കാം. എന്നിട്ട് ഹീറോയിൻ പറയാം, അങ്ങനെ കൊല്ലണമായിരുന്നു, എനിക്ക് അന്ന് തന്നെ കൊന്നുകൂടായിരുന്നു, ഞാൻ നിങ്ങളെ രക്ഷിക്കേണ്ട കാര്യമൊന്നുമില്ലെന്ന് പറഞ്ഞിട്ട് ഹീറോയിൻ അങ്ങ് കരഞ്ഞൊക്കെ കാണിക്കാം. അപ്പോൾ നമ്മുടെ ഹീറോയിൻ്റെ മനസ്സ് ഇച്ചിരിയൊക്കെ അങ്ങ് അലിഞ്ഞ് പോകുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഹീറോ ചോദിക്കുകയാണ്, അല്ല നീ ഈ ടണൽ കുഴിച്ച് എന്നെ സ്പൈ ചെയ്യുന്ന കാര്യമൊക്കെ നോക്കുമ്പോൾ എനിക്കെന്തോ സ്പെല്ലിംഗ് മിസ്റ്റേക്കായിട്ട് തോന്നുന്നു പറയും. അപ്പോൾ ഹീറോയിൻ പറയാം, അത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ, അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇത്രയും സൗന്ദര്യമുള്ള മുഖമില്ല, അത് കാണാതെ ഞാൻ എങ്ങനെ ഇരിക്കും, ഇത്രയും ജീവജാലങ്ങൾ ഈ ലോകത്തുണ്ട്, പക്ഷെ നിങ്ങളുടെ അത്രയും സൗന്ദര്യമുള്ളൊന്നും ഞാൻ കണ്ടിട്ടില്ല, നിങ്ങൾ ആദ്യം കണ്ടപ്പോൾ തന്നെ എനിക്ക് നിങ്ങളെ ഇഷ്ടമായിരുന്നു എന്നൊക്കെ നമ്മുടെ ഹീറോയിൻ വന്ന് എന്താ പറയുക നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് പറയും. അപ്പോൾ ഇവള് പറയുന്നതിൽ കുറച്ച് കൺവീൻസ്ഡ് ആയ രീതിക്കാണ് നമ്മുടെ ഹീറോയിൻ നിൽക്കുന്നത്. എന്നിട്ട് ഹീറോയിൻ പറഞ്ഞു, ഞാൻ ഒരു ദിവസം പോലും നിങ്ങളെപ്പറ്റി ആലോചിക്കാതെ കിടന്നുറങ്ങാറില്ല, എനിക്കൊരിക്കലും നിങ്ങളെ ആലോചിച്ചിട്ട് എനിക്ക് ഉറക്കം കിട്ടാറില്ല എന്നൊക്കെ പറഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ ഈ ടണൽ കുഴിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് ഉഡായിപ്പ് കരച്ചിലും കൊണ്ട് നമ്മുടെ ഹീറോയിൻ അവിടെ നിൽക്കുക കേട്ടോ. അപ്പോൾ ഹീറോയിൻ ഇങ്ങനെ കരഞ്ഞൊക്കെ കാണിക്കുമ്പോൾ നമ്മുടെ ഹീറോയ്ക്ക് എന്തോ വേണമെന്ന് പറഞ്ഞിട്ട്, കാരണം അവളായിട്ട് വഴക്കും പറയാൻ പറ്റത്തില്ല. ഹീറോ അങ്ങ് വല്ലാതാവുകയാണേ. എന്നിട്ട് ഹീറോയിൻ വന്ന് ഹീറോയിൻ്റെ അടുത്ത് പറയുകയാണ്, നിങ്ങൾക്ക് ഒരിക്കലും എന്നെ മനസ്സിലാവത്തില്ല, ഞാൻ തെറ്റായിട്ടുള്ള ഒരാളെ സ്നേഹിച്ചെന്ന് പറഞ്ഞിട്ട് ഹീറോയിൻ പോകാൻ നിൽക്കുന്ന സമയത്ത് ഹീറോയിനെ പിടിച്ചിട്ട് കിസ് ചെയ്യുവാണ്. അത് കഴിഞ്ഞിട്ട് ഹീറോയിൻ അവിടെ നിന്ന് പോയി കഴിയുന്ന സമയത്ത് അസിസ്റ്റൻ്റ് വരും കേട്ടോ. അസിസ്റ്റൻ്റ് വന്നിട്ട് പറയും, ഞാൻ പോയി നോക്കി, പക്ഷേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടണൽ പാതി വഴിയിൽ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ക്ലിയറായിട്ട് 2 വഴിയായിട്ട് പിരിയുവാണ്, അതുകൊണ്ട് കറക്റ്റ് എനിക്ക് ആൾക്കാരെ കിട്ടിയില്ലെന്ന് പറയും. അപ്പോൾ ഹീറോ പറയും, എന്തുമായാലും അവളെ കൊണ്ട് ഒറ്റയ്ക്ക് എന്തുമായാലും ഈ ടണൽ പണിത് തീർക്കാൻ പറ്റി കാണത്തില്ല, അതുകൊണ്ട് അവളുടെ കൂടെ വേറെ ആരൊക്കെയോ കൂട്ടാളികളുണ്ടെന്ന് പറയേ. അത് കഴിഞ്ഞ് കാണിക്കുകയാണ് നമ്മുടെ ഹീറോയിൻ നേരെ ചെന്നിട്ട് പറയുകയാണ്, ഞാനിപ്പോൾ ശരിക്കും പറഞ്ഞാൽ പെട്ടുപോയേനെ എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ഇവരുടെ ഡ്യൂപ്ലിക്കേറ്റ് അച്ഛൻ ഇങ്ങനെ കണ്ടുകൊണ്ട് കാണിക്കുക. അപ്പോൾ നോക്കുമ്പോൾ എന്താ, നമ്മുടെ യാങ് വന്ന് അവിടെ ഇരിപ്പുണ്ട്. അപ്പം യാങ്ങിന് ഡൗട്ടായല്ലോ. അപ്പോൾ നമ്മുടെ ഹീറോയിൻ വേഗം അഭിനയിക്കുവാണ്, അത് വന്നേ ഞങ്ങൾ വേറെ ഒന്നുമല്ല യാങ് പറഞ്ഞത്, ഞങ്ങൾ ഇവിടെ വേറെ കാര്യങ്ങൾ, ഞങ്ങൾ എന്തിനാ മാജസ്റ്റിനെ കൊല്ലാൻ നോക്കുന്നത്, മീൻസ് ഹീറോനെ കൊല്ലാൻ നോക്കുന്നത്, ഞങ്ങൾക്ക് അതിൻ്റെ കാര്യമൊന്നുമില്ല, ഞങ്ങൾ വളരെ വിശ്വസ്തരാ അല്ലേ, അങ്ങനെയല്ലേ കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ വന്ന് അവിടെ നിന്നിട്ട് ഇങ്ങനെ പറഞ്ഞ് ഇതാകുന്ന സമയത്ത് മൂത്ത ചേട്ടൻ കയറി നിന്നിട്ട് പറയും, നിങ്ങൾ എന്ത് പരിപാടിയാണ് കാണിച്ചേ, ഇങ്ങനെയാണോ വഴി വെട്ടിയിടുന്നത്, നമ്മളിപ്പോൾ പെട്ടുപോയാനല്ലോ, നമ്മളെല്ലാവരും ഇപ്പോൾ രാജാവ് കൊന്നാനെന്നൊക്കെ പറഞ്ഞിരിക്കുന്ന സമയത്ത് ഇത് യാങ് കേൾക്കും. ഇനിയിപ്പോൾ യാങ് ചോദിക്കും, ഇനി എന്തെങ്കിലും എക്സ്പ്ലനേഷൻ പറയാനുണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ ആർക്കും ഒന്നും പറയാനായിട്ട് സാധിക്കത്തില്ല. അത് കഴിഞ്ഞിട്ട് യാങ് പറയും, എനിക്കൊരു കണ്ടീഷനേ ഉള്ളൂ, ഞാനിത് പുറത്ത് പറയാതിരിക്കണമെങ്കിൽ ഞാൻ പറയുന്നൊരു കണ്ടീഷൻ നിൽക്കണം. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മെങ് രാജകുമാരിനെ നമ്മുടെ ഹീറോ കല്യാണം കഴിക്കുന്നവരെ നിങ്ങൾ എന്ത് ചെയ്യരുത്, ഹീറോനെ കൊല്ലാൻ നിൽക്കരുത്. മാത്രമല്ല നമ്മുടെ ഹീറോയിൻ ആർക്ക് സപ്പോർട്ട് ചെയ്ത് നിൽക്കണം, നമ്മുടെ യാങ്ങിനെ അവർക്കെല്ലാം സപ്പോർട്ട് ചെയ്ത് നിൽക്കണം എന്ന് പറയും. അത് കഴിഞ്ഞ് യാങ് ഇറങ്ങി പോകുന്ന സമയത്ത് നമ്മുടെ ഹീറോയിൻ ഇങ്ങനെ പിന്നാലെ ചെന്നിട്ട് ചോദിക്കുവാണ്,
നിനക്ക് വേണ്ടി അപ്പോൾ ഞാൻ നിന്നെ സപ്പോർട്ട് ചെയ്യണം എന്ന് വെച്ചാൽ ഞാൻ ഗോൾഡിൻ്റെ കാര്യമൊക്കെ അങ്ങനെ പറയാതിരിക്കാൻ വേണ്ടി ഞാൻ സപ്പോർട്ട് ചെയ്ത് നിൻ്റെ കൂടെ നിൽക്കണമെന്ന് ചോദിക്കും. അപ്പോൾ നമ്മുടെ ടാൻ പറയും അങ്ങനെയൊന്നുമല്ല, എനിക്കതൊരു പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല. നീ എന്തുവാണ് നിൻ്റെ കാര്യം നിൻ്റെ സ്വഭാവം എനിക്ക് മനസ്സിലാകുന്നില്ല. ഇടയ്ക്ക് അവനെ ഹെൽപ്പ് ചെയ്യുന്നു, പിന്നെ ഹീറോനെ കൊല്ലാൻ നോക്കുന്നു. നീ സത്യം പറഞ്ഞാൽ നീ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിക്കണം. എന്തുവരെ നിനക്ക് ഹീറോയോട് ഫീലിങ്സ് ഇല്ല എന്നുള്ള കാര്യം മനസ്സിലായപ്പോഴാണ് എനിക്കൊരു സമാധാനമായെന്ന് പറയും. അപ്പോൾ ഹീറോയിൻ ചോദിക്കും എന്ത് സമാധാനമായെന്നാണ് നീ പറയുന്നതെന്ന് ചോദിക്കും. അപ്പോൾ ടാൻ പറയും യാങ് പറയും എന്താണ് നീ എന്താ പറയുന്നത് ഇവിടുത്തെ ഈ കല്യാണവും കാര്യങ്ങളും ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് പോകുമ്പോൾ നിന്നെയും കൊണ്ട് ഞാൻ ടിയാൻമു രാജ്യത്തേക്ക് പോകുമെന്ന് പറയും. അപ്പോൾ ഹീറോയിൻ പറയും അപ്പോൾ നീ ശരിക്കും പറഞ്ഞാൽ കല്യാണത്തിന് വേണ്ടിയല്ലേ ഇവിടെ വന്നേക്കുന്നത്, നിനക്ക് വേറെ എന്തൊരു കാര്യമുണ്ട്, നീ സത്യം പറഞ്ഞാൽ നീ എന്തിനാണ് ഇവിടെ വന്നേക്കുന്നത് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ യാങ്ങിൻ്റെ അടുത്ത് പോകുന്ന സമയത്ത് യാങ് പറയും നീ ഒരു ഗസ് ചെയ്യാൻ നോക്കടി എന്ന് പറയും. അപ്പോൾ നമ്മുടെ ഹീറോയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവളുടെ തലയിൽ ഇങ്ങനെ വയ്ക്കുന്ന ക്ലിപ്പ് പോലെ സംഭവം എടുത്തിട്ടേ ഇവനെ കുത്താന്നിട്ട് പറയും നീ മര്യാദയ്ക്ക് ഇവിടുന്ന് പൊക്കോ, ഇല്ലെങ്കിൽ ഉണ്ടല്ലോ നിനക്ക് ഒന്ന് കളയെന്ന് പറയും. അപ്പോൾ യാങ് പറയും അയ്യോ ഞാനങ്ങ് പേടിച്ച് പോയി കേട്ടോ, പിന്നെ എനിക്കിപ്പോൾ നിൻ്റെ മേലെ ഇൻട്രസ്റ്റ് കൂടി വരിക, വെയിറ്റ് ചെയ്തൊന്നും പറഞ്ഞിട്ട് നമ്മുടെ യാങ് അവിടെ നിന്ന് പോവും. നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഇതെല്ലാം കൂടി കണ്ടങ്ങ് ഭ്രാന്ത് പിടിച്ചിരിക്കും നമ്മുടെ ഹീറോയിൻ. അത് കഴിഞ്ഞ് കാണിക്കാം നമ്മുടെ ഹീറോയിൻ്റെ പെങ്ങൾ വന്ന് മറ്റവനെ മരുന്ന് തേച്ചപ്പോൾ അതിനകത്ത് എന്തുകൊണ്ട് ആഡ് ചെയ്ത് കൊടുത്തില്ലേ. അവൾ ചെയ്തേക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുമാതിരി ഒരു പണിഷ്മെൻറ്റ് കൊടുക്കുന്ന പോലത്തെ ഒരു കൂടാരം, സോൾജേഴ്സിൻ്റെ ഡ്രസ്സ് പോലത്തെ ഒരു കൂടാരത്തിനകത്ത് അവനെ നിർത്തിയിട്ട് അവനെ ഭീഷണിപ്പെടുത്തി ചോദിക്കുകയാണ് എന്താണ് നീ മര്യാദയ്ക്ക് പറഞ്ഞോ, നീ എന്തിനാ പാലസിൽ വന്നതെന്നുള്ള കാര്യം എൻ്റെ അടുത്ത് പറഞ്ഞോ, ഇല്ലെങ്കിൽ നിന്നെ ഞാൻ ശരിയാക്കുമെന്ന് പറഞ്ഞിട്ട് കുറേ എലി അതുപോലെ പാറ്റ പാമ്പ് ഇതെല്ലാം വന്ന് ആ കൂടിനകത്തുകൂടെ അവനിടുക. അവസാനം അവനെ കൊണ്ട് പറയിപ്പിക്കുകയാണ് എന്തിനാണ് അവൻ പാലസിൽ വന്നതെന്ന്. എന്നിട്ട് പിറ്റേന്ന് രാവിലെ കാണിക്കുവാണ് നമ്മുടെ ഹീറോയിൻ നടന്നു വരുന്ന സമയത്ത് ആര് വെയിറ്റ് ചെയ്തിട്ടുണ്ട്, നമ്മുടെ യാങ് വന്ന് നമ്മുടെ ഹീറോയിനെ വെയിറ്റ് ചെയ്ത് നിൽപ്പുണ്ട്. പിന്നെ യാങ് പറയുവാണ് എന്താണ് ഇന്നലെ രാത്രി ഞാൻ കുറച്ച് റൂഡായിട്ട് നിൻ്റെ അടുത്ത് പെരുമാറി, അതിനെല്ലാം സോറി, അതൊന്നും പേഴ്സണലായിട്ട് എടുക്കേണ്ടതെന്ന്. അപ്പോൾ നമ്മുടെ ഹീറോയിൻ ഇതെല്ലാം മൈൻഡ് ചെയ്യാതെ നടന്നിങ്ങ് വരുമ്പോൾ യാങ് വന്ന് തടഞ്ഞു നിർത്തിയിട്ട് പറയും നിൻ്റെ ദേഷ്യം മാറാൻ ഞാൻ ഇനിയിപ്പോൾ എന്തോ ചെയ്യേണ്ടതെന്ന് ചോദിക്കുക. അപ്പോൾ ഹീറോയിൻ പറയും നീ എൻ്റെ മുന്നിലൊന്നും വരാതിരിക്കാവോ, അപ്പോഴേ എൻ്റെ ദേഷ്യമെല്ലാം അങ്ങ് മാറിക്കോളൂ എന്ന് പറയും. അപ്പോൾ നമ്മുടെ യാങ് ഇവളെ പേടിപ്പിക്കാൻ നോക്കും കേട്ടോ, ഞാനിവിടെ കിടന്ന് കൂവി വിളിച്ച് എല്ലാവരുടെ അടുത്തും പറയണോ നിങ്ങളുടെ പ്ലാൻ എന്താന്ന്. അപ്പോൾ ഹീറോ പറയും എന്തിനാ നീ കൂവി വിളിക്കുന്നത്, ഞാൻ തന്നെ കൂവി വിളിച്ച് പറയാമെന്ന് പറയുമ്പോൾ യാങ് പറയും മതി നിർത്തുന്നു പറഞ്ഞിട്ട് അവനങ്ങ് അടങ്ങിപ്പോവും. എന്നിട്ട് നമ്മുടെ ഹീറോയിൻ നടന്നു പോകും. അപ്പോൾ യാങ് വിചാരിക്കുവാണ് ദൈവമേ എനിക്ക് ഇവളെ പറ്റി ഇങ്ങനെ ചിന്തിക്കാതിരിക്കാൻ പറ്റുന്നല്ലോ, ഇങ്ങനെ ഇത്രയും ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു പെണ്ണ് ഈ ലോകത്ത് കാണുമെന്നൊക്കെ ചിന്തിക്കാം. അതിനുശേഷം കാണിക്കുവാണ് എന്താണ് നമ്മുടെ ഈ മെങ് രാജകുമാരി വന്ന് രാജമാതാവിൻ്റെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ മെങ് രാജകുമാരി അടുത്ത് പറയാണ് കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ നിന്നെ എൻ്റെ സ്വന്തം മോളെ പോലെ ഞാൻ നോക്കാൻ പോകുന്നതെന്ന് പറയുന്ന സമയത്ത് അവിടെ ഒരു അറിയിപ്പ് വരുവാണ് ആര് വരുന്നുണ്ട്, നമ്മുടെ ഹീറോയിൻ അങ്ങോട്ട് വരുന്നുണ്ടെന്ന്. അപ്പോൾ നമ്മുടെ രാജമാതാവ് വന്നിട്ട് നമ്മുടെ മെങ് രാജകുമാരിയോട് ചോദിക്കുവാണ് നീ അവളെ കണ്ടിട്ടുണ്ടോ, മീൻസ് നമ്മുടെ ഹീറോയിനെ കണ്ടിട്ടുണ്ടോ, സംസാരിച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് നമ്മുടെ മെങ് രാജകുമാരി പറയും ഉണ്ടല്ലോ, ഞാൻ അന്ന് ആദ്യം വന്ന സമയത്ത് നമ്മുടെ എന്താ പറയുന്നത് ഹീറോയിൻ്റെ കൂടെ ഉണ്ടായിരുന്നതാണ്, ഹീറോയിനാണ് ഉണ്ടായിരുന്നത്. മാത്രമല്ല ഹീറോയിനാണ് ആ ഓർഡർ എല്ലാം പാസ് ചെയ്യാനായിട്ട് ഹീറോയിനെ ഹെൽപ്പ് ചെയ്തത്. മാത്രമല്ല ഞങ്ങളുടെ രാജ്യത്ത് കുറേ പേര് വിചാരിച്ചിരിക്കുന്നത് നമ്മുടെ ഹീറോയിനാണ് രാജാവ് എന്നാണ് വിചാരിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഹീറോയിൻ കയറി വന്നിട്ട് എന്താ പറയുന്നത് ഇവർ രാജമാതാവിന് ചെയ്യുന്ന മര്യാദയുണ്ടല്ലോ, നമ്മളിങ്ങനെ എന്താ പറയുക കുനിഞ്ഞു നിന്ന് അവർ മര്യാദ ചെയ്തില്ലേ, മര്യാദയെല്ലാം ചെയ്തിരുന്നിട്ട് എന്നിട്ട് ഹീറോയിൻ വന്ന് രാജമാതാവിൻ്റെ അടുത്ത് പറയുവാണ് രാജമാതാവെ ഞാൻ പറയുന്നത് തെറ്റായിട്ട് വിചാരിക്കരുതെന്ന് പറഞ്ഞിട്ട് മെങ് രാജകുമാരിയുടെ അടുത്ത് പറയുകയാണ് നിങ്ങൾ പറഞ്ഞ് ഞാനിപ്പോൾ കേട്ടായിരുന്നു, മെങ് രാജകുമാരൻ നിങ്ങൾ പറഞ്ഞ് ഞാൻ കേട്ടായിരുന്നു, എന്താണ് ഞാൻ ആണ് ഇവിടുത്തെ രാജാവെന്ന് അവർ വിചാരിച്ചെന്ന്, പക്ഷേ നിങ്ങൾ ഈ പറഞ്ഞ കാര്യം എനിക്കൊരു കോംപ്ലിമെൻ്റ് ആയിട്ടല്ല തോന്നി, എന്നെ കുറ്റപ്പെടുത്തുന്നതായിട്ട് തോന്നിയെന്ന് പറയും. അപ്പം മെങ് രാജകുമാരി അവളുടെ അടവ് അടുത്തെടുക്കുമല്ലോ, മെങ് രാജകുമാരി പറയും അയ്യോ സോറി പേഴ്സണലായിട്ട് എടുക്കല്ല, ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചിട്ട് ഇൻറ്റൻഷനലി പറഞ്ഞൊന്നും അല്ലാട്ടോ എന്ന് പറയും. അപ്പോൾ നമ്മുടെ രാജമാതാവ് പറയും അത് വീട് കുഴപ്പമില്ല അതങ്ങ് വിട്ടേക്കാൻ പറയും. എന്നിട്ട് പറയും നിങ്ങൾ എന്തിനാണ് വന്നേ, മീൻസ് നമ്മുടെ ഹീറോയിൻ എന്തിനാണ് വന്നേ കാര്യം പറയാൻ പറയും. എന്നിട്ട് ഹീറോയിൻ പറയും എന്താണ് രാജമാതാവ് ഞാൻ ഇന്ന് വന്നതെന്ന് വെച്ചാൽ നിങ്ങളെ ഗ്രേറ്റ് ചെയ്യാൻ മാത്രമല്ല എനിക്കൊരു നീതി വേണം, അത് ചോദിക്കാൻ വേണ്ടിയാണ് വന്നത്. ഇന്നലെ രാത്രി ഞാനും ഹീറോയിൻ തമ്മിൽ മീൻസ് ഹീറോയിൻ തമ്മിൽ തെറ്റ് നടന്നു പോയെന്ന് ഹീറോയിൻ വന്ന് ആരടുത്ത് പറയുകയാണ് രാജമാതാവിൻ്റെ അടുത്ത് പറയുവാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളെനിക്ക് നീതി വാങ്ങിച്ചിരുന്നു പറഞ്ഞിട്ട് ഹീറോയിൻ വന്ന് അവിടെ കമന്ന് കിടന്ന് നമ്മുടെ രാജമാതാവിൻ്റെ അടുത്ത് നീതി ചോദിക്കുവാണ്. എന്നിട്ട് രാജമാതാവ് വന്ന് നമ്മുടെ ഹീറോയിനെയും കൂടി വിളിപ്പിച്ചേക്കുവാണ്. എന്നിട്ട് ഹീറോയിൻ്റെ അടുത്ത് ചോദിക്കുവാണ് നീ ഇന്നലെ
അവളുടെ അടുത്ത് തെറ്റായിട്ട് വല്ലതും പെരുമാറിയായിരുന്നു എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഹീറോ അത് സമ്മതിക്കും. അപ്പോൾ നമ്മുടെ രാജമാതാവ് ചോദിക്കണം, ഞാൻ നിന്നെ ചെറുപ്പം തൊട്ട് ഇങ്ങനെയാണോടാ പഠിപ്പിച്ചിരിക്കുന്നത്, ഒരു പെണ്ണിൻ്റെ അടുത്ത് ഇങ്ങനെ മര്യാദയായിട്ട് നിനക്ക് പെരുമാറാനൊക്കെ കൊള്ളാവോ എന്ന് ചോദിച്ചിട്ട് നമ്മുടെ ഹീറോനെ വഴക്ക് പറയും. അപ്പോൾ ഹീറോ പറയും, ഞാൻ അങ്ങനെ മര്യാദയായിട്ടൊന്നും അല്ല പെരുമാറിയേക്കുന്നത്, ഞാൻ നിങ്ങൾ പഠിപ്പിച്ചതൊക്കെ എനിക്ക് ഓർമ്മയുണ്ടെന്ന് പറയും. അപ്പോൾ രാജമാതാവ് പറയും, നീ എൻ്റെ അടുത്ത് കള്ളം പറയില്ല എന്ന് ദേഷിക്കുന്ന സമയത്ത് നമ്മുടെ ഹീറോയിൻ മുട്ടു തിന്നിട്ട് പറയും, രാജമാതാവേ അത് എൻ്റെയും കൂടി സമ്മതത്തോടു കൂടിയാണ് ഇന്നലെ ആ കാര്യങ്ങളെല്ലാം നടന്നതെന്നു. അതേപോലെ തന്നെ നമ്മുടെ ഹീറോയിൻ പറയും, ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കുന്നുണ്ടെന്നും കൂടി പറയും. അപ്പോൾ ഇതൊന്നും കേൾക്കുമ്പോൾ ആർക്ക് പിടിക്കുന്നില്ല? നമ്മുടെ മെങ് രാജകുമാരിക്ക് പിടിക്കുന്നില്ല. എന്നിട്ട് ഹീറോയിൻ അതുപോലെ പറയാണ്, മെങ് രാജകുമാരിയുടെ കല്യാണം ഉറപ്പിച്ചുള്ള കാര്യമൊക്കെ എനിക്കറിയാം, ഞാൻ ഇതിൻ്റെ ഇടയിലൊന്നും തലയിടാൻ വരുന്നില്ല എന്നൊക്കെ പറയുവാണ്. അപ്പോൾ നമ്മുടെ മെങ് രാജകുമാരിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവളെ സപ്പോർട്ട് ചെയ്ത് നിൽക്കാതിരിക്കാൻ പറ്റത്തില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ രാജമാതാവിൻ്റെ മുന്നിൽ അവളുടെ സ്ഥാനം, അവളുടെ ആ ഒരു ആക്ടിംഗ് ഒന്നും വിട്ടു കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ മെങ് രാജകുമാരി പറയും, എനിക്കറിയാം വളരെ ടാലൻറ്റഡ് ആണ്, അതുപോലെ നല്ല കാണാൻ സുന്ദരനാണ് നമ്മുടെ ഹീറോ. അപ്പോൾ ഏതെങ്കിലും പെൺകുട്ടിക്ക് അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നതിന് തെറ്റ് പറയാൻ പറ്റത്തില്ല. മാത്രമല്ല നമ്മുടെ ഹീറോയിൻ എന്ന് പറഞ്ഞാൽ നല്ല കഴിവാണ്. അപ്പോൾ എന്തുവായാലും ഹീറോനെ അസിസ്റ്റ് ചെയ്യുന്ന നിൽക്കില്ല. അപ്പോൾ അങ്ങനെയൊക്കെ സംഭവിച്ചു പോയാൽ തെറ്റില്ലെന്ന് പറഞ്ഞിട്ട് മെങ് രാജകുമാരി അവിടെ നിന്ന് അവളുടെ സൈഡ് അവൾ ക്ലിയർ ആക്കുവാണ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ രാജമാതാവ് പറയുകയാണ്, എന്തുവായാലും ഇവൾക്കുള്ള നീതി നീ കൊടുത്തേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് ഇവരെ രണ്ടുപേരും അവിടെ നിന്ന് വിടുവാണ്. അത് കഴിഞ്ഞ് നമ്മുടെ എന്താ പറയുന്നത്, ഈ മെങ് രാജകുമാരി വന്നിട്ട് അവളുടെ റൂമിലുള്ള എല്ലാ സാധനവും വലിച്ചു വാരി ഇട്ടിട്ട് പറയുവാണ്, എനിക്ക് ആ ഹീറോയിനെ എന്തെങ്കിലും ചെയ്തേ പറ്റുമെന്ന് പറയണം. അപ്പോൾ നമ്മുടെ എന്താ പറയുന്നത്, യാങ് പറയുവാണ്, നീ വെറുതെ പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്, നമ്മൾ വന്നതിൻ്റെ ലക്ഷ്യം നീ മറന്ന് നീ പെരുമാറാൻ നിൽക്കരുത്, കല്യാണത്തിനായിട്ടല്ല നമ്മൾ വന്നേക്കുന്നത്, നമ്മുടെ ലക്ഷ്യം വേറെയാണ്, അപ്പോൾ അത് നീ മനസ്സിലാക്കിക്കോന്ന്. അപ്പോൾ നമ്മുടെ മെങ് രാജകുമാരി പറയണം, എനിക്ക് ഡീൽ ചെയ്യാൻ പറ്റാത്ത ആര് ഈ ലോകത്തുണ്ടെന്ന് എനിക്കൊന്ന് കാണുന്നു. അത് കഴിഞ്ഞ് നമ്മുടെ ഹീറോൻ്റെ പാലസിൽ കാണിക്കുവാണ്. ഹീറോ വന്ന് നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് ഭയങ്കര കലിപ്പ് ചോദിക്കുകയാണ്, ഇതൊക്കെ നിൻ്റെ പ്ലാൻ ആയിരുന്നല്ലേ, നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് ചൂടാവാണ്. എന്നിട്ട് ചോദിക്കണം, നീ ആദ്യം എൻ്റെ മനസ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാർട്ട് വിൻ ചെയ്ത്, അത് കഴിഞ്ഞിട്ട് നിനക്ക് പദവി കിട്ടാൻ വേണ്ടി നീ ചെന്ന് രാജമാതാവിൻ്റെ അടുത്ത് ചോദിച്ചിരിക്കുന്നത്, നീ എന്താ മനസ്സ് ഉദ്ദേശിച്ചുകൊണ്ടിരിക്കുന്നതെന്നൊക്കെ നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് ഹീറോ ചോദിച്ചുകൊണ്ട് നിൽക്കുവാണ്. എന്നിട്ട് ഹീറോ വന്ന് ഹീറോയിൻ്റെ അടുത്ത് ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഹീറോയിനും ദേഷ്യം വരും. ഹീറോയിൻ പറയും, അപ്പോൾ നീ എന്നെ പറ്റി ഇതാണല്ലേ വിചാരിച്ചേക്കുന്നത് പറഞ്ഞിട്ട് ഹീറോയിൻ അവിടെ നിന്ന് ദേഷിച്ചു പോകും. അത് കഴിഞ്ഞ് ഹീറോ നോക്കുമ്പോൾ അന്നൊരു രാജമുദ്ര പോലത്തെ സംഭവം എടുത്തില്ല, അതെന്ന് വെച്ചാൽ ഇവൻ്റെ റൂമിൻ്റെ കീ ആട്ടോ. അപ്പോൾ ഹീറോയിൻ്റെ കീ വന്ന് തറയിൽ കിടക്കുന്ന കാണും. അപ്പോൾ അത് വന്ന് ഹീറോ എടുത്തിട്ട് മറ്റേ കബോർഡ് അടയ്ക്കാൻ നിൽക്കുന്ന സമയത്തായിരിക്കും അന്ന് നമ്മുടെ എന്താ പറയുന്നത്, മറ്റേ രാജകുമാരി ഇല്ലായിരുന്നു, യുൻ രാജകുമാരിയുടെ കയ്യിൽ നിന്ന് മറ്റേ ഞാൻ പറഞ്ഞില്ലേ വാൾ വെച്ച് മാർക്ക് ചെയ്തത് ഇവൻ കാണും. അപ്പോൾ ഇവൻ ഇതിങ്ങനെ കൂട്ടിയും കഴിച്ച് നോക്കും, അന്ന് ഹീറോയിൻ വന്ന കാര്യവും അതുപോലെ പോയിസൺ ഇട്ട കാര്യം പറഞ്ഞ കാര്യവും അതുപോലെ തന്നെ ഇപ്പോൾ ഇങ്ങനെ ഡിഗ് ചെയ്ത കാര്യമില്ലേ, ഇങ്ങനെ ടനൽ കുഴിച്ച കാര്യം എല്ലാം കൂട്ടി കഴിച്ച് നോക്കുമ്പോൾ നമ്മുടെ ഹീറോ മനസ്സിലാവും. അപ്പോൾ അന്ന് വന്ന അസാസിൻ ഞാൻ കൊല്ലാൻ വന്നില്ലേ ടാനും നമ്മുടെ ഹീറോയിൻ എന്താ കൂട്ടാളികളാണെന്നുള്ള കാര്യം ഇങ്ങനെ ഹീറോ ചിന്തിച്ചുകൊണ്ടിരുന്ന്, അപ്പോൾ ഇവർ രണ്ടുപേരും കൂട്ടാളികളാണല്ലേ എന്നും പറഞ്ഞിട്ട് ഹീറോ ചിന്തിച്ച് നിൽക്കുന്ന സീനോട് കൂടിയാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല. മാത്രമല്ല നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ.